അളിയ സർക്കാർ ഉദ്യോഗസ്ഥൻ ചെന്നിട്ട് ഊരാൻ പറ്റിയ ഊരിയില്ലല്ലോ പിടിയളിയ കാണു മോളെ. എന്തോന്ന് അങ്ങനെ വേറൊരാൾക്ക് പോയി അങ്ങനെ ചെയ്തുകൂടത്. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥ പോയിട്ട് എന്ത് ചെയ്ത് കിട്ടിയെന്ന് മാറ്റുള്ളൂ വന്ന്. തെറ്റാണ് ചെയ്തത്. നീ നിയമമൊന്നും ഇവിടെ പഠിപ്പിക്കണ്ട. ഇവിടെ നിയമമൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ നാണമാണ് ഈ ഇങ്ങനൊരു വലിയ മനുഷ്യന്റെ മോനാണ് നീ എന്ന് പറയാൻ കേട്ടാ. പിന്നെ ഇതിപ്പോ ഭയങ്കര പ്രശ്നമാണ്. ഇത്തിരി പോകുന്ന ഒരു നരുന്ത് പയലിന് അവിടെ ഇടി വാങ്ങിച്ചോണ്ട് വന്നേക്കണ്. പക്ഷെ ഇനിയേ ഇവന്റെ പേര് മറക്കൂല. ഓരോ ഇടിക്കും കൊടുത്തിട്ടുണ്ട്. കനകൻ കനകൻ എന്ന് പേര് പറഞ്ഞ ഇടിച്ചത്. ഇനി പേടിയുണ്ടോ? മറ്റതെന്താ നമ്മുടെ കുടുംബത്തിന്റെ നാണക്കേടായി പോയില്ലേ? പിന്നെ അല്ലാതെ. പക്ഷെ കമ്പിളിക്കുട്ടൻ വിചാരിച്ച ഒരു പുല്ലും നടക്കൂല. ഇനി അടുത്ത് എന്തോ കുത്തിത്തിരിപ്പിന് വിളിക്കുകയാണ്. നന്നായി എടുത്തു വെച്ചോളിയാ. ഇനി ഉണ്ടല്ലോ നിങ്ങൾ ഓഫീസിൽ ഇത് വാങ്ങിക്കാൻ വരുമ്പോ അവനായിട്ട് അങ്ങോട്ട് വട്ടം കറക്കണം. കൊടുക്കരുത് ചുറ്റി ഇങ്ങനെ ഫീസ് കേടാ. ഊരേണ്ടടുത്തല്ലേ ഊരിയത്. ഇത് ഏത് വീട്ടിൽ നിന്നാ ഊരിയത്? നീ പറഞ്ഞില്ലേ എന്തമ്മേ മറ്റേ നഗർ. ആ നഗറില് നേരെ വലത്തോട്ട് പോയിട്ട് രണ്ടാമത്തെ വീട്. ചിത്ര നഗറില് നാരായണ ചേട്ടൻ വീട്ടുകാരാണ് അളിയത് ഊരിയത്. നമ്മൾ ആരാണ് എന്താണെന്ന് ഇവിടെ കുറെ മാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാണ്. അനങ്ങി വാടേ കുറെ നേരമായിട്ട് നടക്കുന്ന വീട് എവിടെ? വീട് പല സൈഡിൽ രണ്ടാമത്തെ വീട്. 1 2. ഇവൻ ചെയ്തെന്നറിയാമോ? ഞാൻ പോയ വീട്ടിലെല്ലാം പോയത്. അതിന് ഓപ്പോസിറ്റ് വേറൊരു വീടുണ്ട്. അവിടെ ഒരു സ്ത്രീയും 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു നരുന്ന് പയ്യനുണ്ട്. ആ പയ്യൻ അടിച്ചിട്ട് അവിടുത്തെ ഫീസ് ഊരിക്കൊണ്ട് വന്നേക്കാം.